രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ ഫസിനഹുമാ അന്നവുറൂ കണ്ണിന്റെ വ്യഭിചാരം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹറാമായ കാഴ്ചയാണ്, ഹറാമായ നോട്ടമാണ്. അന്യ പെണ്ണിലേക്ക് മോശമായ രീതിയിലുള്ള നിന്റെ നോട്ടമുണ്ടോ അത് ഹറാമാണ്, ഹറാമാ, അത് കണ്ണുകളുടെ വ്യഭിചാരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. വല്ലുദനാനി തസ്നിയാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സാബ രണ്ട് കാതുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ, കാതിന് വ്യഭിചാരമുണ്ട് സാബ ഫസിനഹുമാ അസ്മൂ ഹറാമായ ഭാഷണങ്ങൾ കേൾക്കലാണ്. പാതിരാത്രി സമയത്ത് എത്രയോ അശ്ലീലമാകുന്ന കോളുകൾ, വീഡിയോ കോളുകൾ കേൾക്കുന്നവരെ, അത് കണ്ടുകൊണ്ട് രസിക്കുന്നവരെ കാതുകളെ മലീമസപ്പെടുത്തരുതേ, പെടുത്തരുതേ. വല്ലിസാൻ നാവിന് വ്യഭിചാരമുണ്ട് സാബ, നാവിന്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ്, ഭാഷണമാണ്. കാമുകന്മാരെ പാതിരാത്രി സമയങ്ങളിൽ സംസാരിക്കുന്നവരെ, നേരം വെളുക്കുന്നത് വരെ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് ഭാഷണം നടത്തുന്ന യുവതികളില്ലയോ, യുവാക്കളില്ലയോ? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. വാട്സാപ്പിലൂടെ കാമുകന് മെസ്സേജ് അയക്കുന്നവരില്ലയോ? അതിലൂടെ വോയിസ് മെസ്സേജ് അയക്കുന്നവരില്ലയോ? അതിലൂടെ സന്ദേശങ്ങൾ കൈമാറുന്നവരില്ലയോ? ഫോൺ വിളിച്ചുകൊണ്ട് നേരം വിളക്കുന്നത് വരെ ഭാഷണം നടത്തുന്നതാകുന്ന കാമുകന്മാരില്ലയോ? നിന്റെ നാവും വ്യഭിചരിക്കുകയാണ്, നിന്റെ കാതും വ്യഭിചരിക്കുകയാണ്. അന്യരാകുന്ന പരപുരുഷന്മാരുമായി ബന്ധം പുലർത്തുന്ന സ്ത്രീകളില്ലയോ? ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സഹോദരി, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്. വല്ലദാനി തസ്നിയാൻ രണ്ട് കൈകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ ഫസിനഹുമാ അൽബതുഷൂ അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് പെണ്ണെ നിന്നെ കരമൊന്ന് കൊണ്ടുപോയാൽ അത് കൈയുടെ വ്യഭിചാരമാണ്, കൈയുടെ വ്യഭിചാരമാണ്. ഹറാമായ രീതിയിലേക്കാണ് നീ തൊട്ടത്, നീ പിടിച്ചത് എങ്കിൽ അതിലൂടെ നിനക്ക് അപകടമാണ്, അപകടമാ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വല്ലദാനി തസ്നിയാൻ ഫസിനഹുമാ അൽബതുഷൂ രണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട് സാബ, ഹറാമായ സ്പർശനമാണ് കൈയുടെ വ്യഭിചാരമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വരജലാനി തസ്നിയാൻ രണ്ട് കാലുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ, കാലിന് വ്യഭിചാരമുണ്ട് സാബ. ഹറാമായ തലത്തിലേക്കുള്ള കാലിന്റെ നടത്തം കാലിന്റെ വ്യഭിചാരമാണ് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ ഈ പറഞ്ഞതിലൂടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നത് എത്ര വിഷയമാണ്, എത്ര വിഷയമാണ്. ശാരീരിക ബന്ധപ്പെടൽ മാത്രമല്ല വ്യഭിചാരം, ശരീരത്തിലെ സർവ്വ അവയവങ്ങളും സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്, എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. എല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കണം. അല്ലാതെ ലൈംഗിക അവയവം മാത്രം അതുകൊണ്ടുള്ള ബന്ധപ്പെടൽ, അത് മാത്രം ഞാൻ ചെയ്യുന്നില്ല, കല്യാണത്തിന് മുമ്പ് ഫോണും വിളിയും കാര്യങ്ങളൊക്കെ നടത്താം, ഒന്നും വിഷയമില്ല എന്നാരും കരുതണ്ട. നിശ്ചയത്തിന്റെ അന്ന് തന്നെ ഫോണുമായിട്ടാണ് വരുന്നത്. പ്രണയ ജോഡികളാ നേരത്തെ തന്നെ കല്യാണം ഉറപ്പിച്ച് അവരങ്ങ് ഫിക്സ് ചെയ്തു. വാപ്പയോടും ഉമ്മയോടും വന്നിട്ട് പറയുന്നു, ഞാൻ ഇന്ന ചെറുപ്പക്കാരൻ, ഇന്ന സമുദായത്തിൽപ്പെട്ടവനായിക്കോട്ടെ അല്ലാത്തവനായിക്കോട്ടെ, ഇന്ന ആളുമായിട്ട് ഞാൻ പ്രണയത്തിലാണ്, സ്നേഹത്തിലാണ്, ഞങ്ങളുടെ വിവാഹം നടത്തിയില്ല എങ്കിൽ ഞങ്ങൾ ഒളിച്ചോടും, രജിസ്റ്റർ മാരേജ് ചെയ്യും എന്ന് സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തുറന്നടിച്ച് പറയാൻ മാത്രം നമ്മുടെ മക്കൾ വളർന്നിരിക്കുന്നു. ചിന്തിക്കണം നമ്മൾ. ഈ മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മക്കളെ നിങ്ങൾ വിവാഹം കഴിക്കുന്നതിലൂടെ അതിലൂടെ അള്ളാഹു നിങ്ങൾക്ക് മക്കളെ നൽകിയാൽ, അള്ളാഹു മക്കളെ സമ്മാനിച്ചാൽ ആ മക്കളോടുള്ള ബാധ്യതയുടെ ഒന്നാമത്തെ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് പിഴച്ചു. കാരണം നിങ്ങൾ വ്യഭിചാര ശൈലിയിലാണ് പരസ്പരം ബന്ധം സ്ഥാപിച്ചിട്ടുള്ളത്. ഉമ്മയെ തെരഞ്ഞെടുക്കണം. കുട്ടിയുടെ മാതാവാകാൻ പോകുന്ന പെണ്ണിനെ
ഭർത്താവ് അഥവാ വരൻ തെരഞ്ഞെടുക്കണമെന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ തന്നെ നമുക്ക് പിഴച്ചു പോയെങ്കിൽ പ്രശ്നം തന്നെയാണ്. അവിടെയാണ് നമ്മുടെ പൂർവികർ, പൂർവസൂരികളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മഹത്തുക്കൾ, നമ്മുടെ മഹാരഥന്മാരാകുന്ന ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, നമ്മുടെ പൂർവികരെയൊക്കെ നമ്മൾ അവിടെയാണ് പഠിക്കേണ്ടതും പ്രശംസ അവർക്ക് നൽകേണ്ടതും അവിടെയാണ്. കാരണം അവരാരും ഇത്തരത്തിലുള്ള ഒരു ഇടപാടുകൾ നടത്തിയിട്ടില്ല. അള്ളാഹുവിരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. മരണപ്പെട്ടവരുണ്ടാകും, അള്ളാഹുവിരുടെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, لا تزنوا لا تزنوا, നിങ്ങൾ വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. فيذهب الله لذة نسائكم من نجوافكم. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വിചാരത്തിന് വേണ്ടി മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോടുള്ളതാകുന്ന ശാരീരിക ബന്ധത്തിന്റെ ആസ്വാദതയെ അല്ലാഹു നിങ്ങളുടെ മനസ്സിൽ എടുത്തു കളയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തസിനൂ, വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. അത് ലൈംഗികമാകുന്ന വ്യഭിചാരം മാത്രമല്ല, ലൈംഗിക അവയവങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരം മാത്രമല്ല, ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല. നിന്റെ കണ്ണിന് വ്യഭിചാരമുണ്ട്, നിന്റെ കൈക്ക് വ്യഭിചാരമുണ്ട്, നിന്റെ കാലിന് വ്യഭിചാരമുണ്ട്, നിന്റെ കാതിന് വ്യഭിചാരമുണ്ട്, നിന്റെ നാവിന് വ്യഭിചാരമുണ്ട്, നിന്റെ രണ്ട് ചുണ്ടുകൾക്ക് വ്യഭിചാരമുണ്ട്. ഫസിനാഹുമാൽ ഖുബലൂ, രണ്ട് ചുണ്ടുകളുടെ വ്യഭിചാരം ചുംബനമാണ്, ചുംബനമാണ്. എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിരിക്കെ, ലാ തസിനൂ, ഒരു അവയവങ്ങൾ കൊണ്ടും വ്യഭിചരിക്കരുതേ, വ്യഭിചരിക്കരുതേ. ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ നജവാഫികും, നിങ്ങളുടെ മനസ്സിന്റെ കത്തളങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയോടുള്ളതാകുന്ന സ്നേഹത്തെ, അവളോടുള്ള താല്പര്യത്തെ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. വ്യഭിചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കണക്ഷൻ, ആദ്യത്തെ ഭാര്യയോടുള്ളതാകുന്ന മാനസികമാകുന്ന താല്പര്യം അല്ലാഹു മനസ്സിൽ നിന്ന് എടുത്തു കളയും. അവസാന കാലഘട്ടം എത്തുമ്പോ പ്രവാചകൻ പഠിപ്പിച്ചില്ലേ, എത്രയോ അശ്ലീലതകൾ അധികരിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, വമിൻഹാ നികാഹുർ റജുലി അർറജുലാ വനികാഹുൽ മർഅതി അൽ മർഅതാ. സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം, പുരുഷൻ പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം, പരസ്പരം വൈവാഹിക ജീവിതത്തിലേക്ക് താല്പര്യം വെക്കുന്ന കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മിൻഹാ നികാഹുർ റജുലി അർറജുലാ വനികാഹുൽ മർഅതി അൽ മർഅതാ. സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിയില്ലേ? ചിന്തിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലേ? അവസാന കാലഘട്ടം എത്തുമ്പോൾ വ്യഭിചാരം വല്ലാതെ അധികരിക്കും. എത്രയോ ഹദീസുകൾ കാണാൻ സാധിക്കും. അത് മാത്രം പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഇല്ല, അതിൽ എത്ര ഹദീസ് ഓതണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമുസ് സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത ത്വരീഖ് ലാ യുൻകിറു അഹദൻ വലാ യുഗയ്യിറുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സ്വഹാബ, ഈ ലോകം നശിക്കുകയില്ല സ്വഹാബ, ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ. സ്ത്രീകൾ
പരസ്യമായി വ്യഭിചരിക്കുന്ന കാലഘട്ടം കാണാതെ പരസ്യമായി നടു റോഡിലേക്ക് ഇറങ്ങി വ്യഭിചരിക്കുന്ന രംഗങ്ങൾ ദർശിക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. അതിനെ എതിർക്കാൻ, അതിനെതിരെ ഒന്ന് സംസാരിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥാവിശേഷം അവസാന നാളിൽ കടന്നു വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എതിർക്കുന്ന ആളുകൾ വന്നാൽ അവർക്കെതിരെ ആളുകൾ അണിനിരക്കും. അവർ പറയാൻ വന്നിരിക്കാൻ വിചാരത്തെ കുറിച്ച് പറയാണ്, കാര്യമായിട്ട് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും അത് വല്ലാതെ നടത്തുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് നന്മ ഉപദേശിച്ചാലും അതിനെതിരെ ആളുകൾ ഉണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അതിനെ എതിർക്കുവാനോ അതിനെ തടയിടുവാനോ ഒരാളും ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ലോകമെത്തും. ലോകാവസാനത്തിന്റെ സമയമാണത്. സയ്യിദുനാ റസൂലുള്ളാഹി വമിൻഹാ യകുസുറു സിനാ വയകുസുറു ഔലാദു സിനാ. വ്യഭിചാരം അധികരിക്കും സഹാബാ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കുമേ അധികരിക്കുമേ. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ കാര്യമല്ല, ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഒരു വ്യക്തി കൈയൊന്ന് വെച്ചു, ഹറാമായ രീതിയിൽ വിചാരത്തോടുകൂടിയാണ് അവനെ തൊട്ടത് എങ്കിൽ, സ്പർശിച്ചതെങ്കിൽ അവന് വലിയ വലിയ അദാബുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ, ആരെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ചെയ്തു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ച് പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യുന്ന അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അറിയാതെ പ്രവർത്തിച്ചു പോയ ഉമ്മമാരുണ്ട് എങ്കിൽ, സഹോദരിമാരുണ്ടെങ്കിൽ തൗബ ചെയ്തോ. ക്യാമ്പസുകളിൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കാമുകന്മാരുമായി മരം ചുറ്റി പ്രേമത്തിനിടയിൽ ഏതെങ്കിലും മരച്ചുവട്ടിലിരുന്നു കൊണ്ട് പരസ്പരം തൊട്ടുരുമിയിട്ടുണ്ട് എങ്കിൽ, ഹറാമായ വിചാരത്തോടുകൂടിയാണ് നിങ്ങൾ ആ നടത്തിയത് എങ്കിൽ തീർച്ചയായും നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ചോദ്യം ചെയ്യപ്പെടും. قال رسول الله صلى الله عليه وسلم أن من وضع يده على امرأة لا تحل له بشهوة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അന്ന മൻ വദഅ യദഹു അല മറഅ ലാ തഹില്ലു ലഹു ബിശഹവ. ഈ ദുനിയാവിൽ നിനക്ക് അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരത്തിലേക്ക് വിചാരത്തോടുകൂടി ഹറാമായ സ്പർശനം നീ നടത്തിയാൽ, ജാഅ യൗമൽ ഖിയാമ വയദാഹു മഗ്ലൂലത്തുൻ ഇലാ ഉനുഖിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് നിന്നെ കൊണ്ടുവരപ്പെടുകയാണ്. നിന്റെ രണ്ട് കൈകളും പെരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ മുട്ടിൽ കുട്ടി വിറങ്ങലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമല്ലയോ. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ. നബിയേ നബിയേ, തങ്ങൾ തന്ന ജനങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്, ജനങ്ങളെ മഹ്ശറയിൽ കാണുന്നതാണ്. മുട്ടിൽ കെട്ടിയവരായി ഇഴഞ്ഞിഴഞ്ഞ് നിൽക്കുകയാണ്. അല്ലാഹുവേ എന്നെയൊന്ന് രക്ഷിക്കണേ, നഫ്സി നഫ്സി, എന്റെ ആത്മാവേ എന്റെ ശരീരമേ എന്ന് പറഞ്ഞുകൊണ്ട് സർവരും പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിലകൊള്ളുമ്പോ, ഈ ദുനിയാവിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവരുടെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ടുകൊണ്ട്, അവരുടെ അംഗലാവണ്യങ്ങൾ ദർശിച്ചുകൊണ്ട്, അവരുടെ ശരീരഭാഷയിലേക്ക് തൊട്ടവനെ, അവരുടെ ശരീരത്തിലേക്ക് കരതമരം കൊണ്ടമർത്തിയവനെ, അന്നമൻ വളയദഹു അല മറഅ ലാ തഹില്ലു ലഹു ബിശഹവ.
അനുവദിക്കപ്പെടാത്ത പെണ്ണിന്റെ ശരീരത്തിലേക്ക് വിചാരത്തോടുകൂടിയാണ് നീ സ്പർശിച്ചത് എങ്കിൽ അവന്റെ പിരടിയിലേക്ക് രണ്ട് കൈകളും ചങ്ങല കൊണ്ട് ബന്ധിച്ചതായ നിലയിൽ അള്ളാന്റെ ദർബാറിലേക്ക് നിർത്തപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫൈന ഖബ്ബലഹാ, ഈ ദുനിയാവിൽ അന്യ പെണ്ണിനെ അവൻ ചുംബിച്ചിട്ടുണ്ട് എങ്കിൽ ഏതെങ്കിലും പാർക്കിലാകട്ടെ, മാളിലാകട്ടെ, ഏതെങ്കിലും ബീച്ച് റോഡുകളിലാകട്ടെ, ഏതെങ്കിലും കാടിന്റെ ഉള്ളറകളിലാകട്ടെ, ഏത് സ്ഥലത്ത് പോയിരുന്നു കൊണ്ടാണ് നീ ചുംബനം നടത്തിയത് എങ്കിലും നാളെ അല്ലാഹുവിന്റെ ദർബാറിൽ പടച്ചറപ്പിന്റെ ഹദ്റത്തിൽ നിൽക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന പറയുകയാണ്, അവന്റെ ചുണ്ടുകളെ മുറിച്ചു മാറ്റണേ, മുറിച്ചു മാറ്റണേ. قرضت شفتاه بمقرض النار. سبحان الله. നരകത്തിലുണ്ടുകൊണ്ട് കത്തിച്ച് പഴിപ്പിച്ചതാകുന്ന ചൂടുള്ളതാകുന്ന കത്രിയ കൊണ്ട് അവരുടെ ചുണ്ടുകളെ സവാരിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുറിച്ചു മാറ്റുമേ, മുറിച്ചു മാറ്റുമേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തീർന്നില്ല സഹോദര, നീ അന്യ പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മേലാറ്റൂരിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. എന്നെ ശബ്ദം ശ്രവിക്കുന്ന കോളേജ് കുമാരിമാരില്ലയോ, ക്യാമ്പസുകളിലേക്ക് പോകുന്ന മക്കളില്ലയോ, മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി എറണാകുളത്തേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ, രക്ഷിതാക്കളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. കലാലയങ്ങൾ നടക്കുന്നതാകുന്ന മോശപ്പെട്ട രാഗങ്ങൾ എത്രയാണ്, എത്രയാണ്, എത്ര ആളുകളാണ് മോശപ്പെട്ട തരത്തിലേക്ക് പോകുന്നത്, എത്ര മക്കളാണ് വിചാരത്തിലേക്ക് അറിയപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ സനാ ബിഹാ, അന്യ പെണ്ണുമായി അവൻ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തശ്ഹദു അലു മുഫഖദിഹിൽ യുസറാ, ഇടതുകാലിന്റെ തുടയല് അല്ലാഹുവിന്റെ ദർബാറിൽ അവനെതിരായി സാക്ഷി നിൽക്കുമേ, പടച്ചറപ്പിന്റെ ഹദ്റത്തിൽ അവനെതിരായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ യാസീൻ എന്ന് മറക്കണേ ഉമ്മ. യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം വ്യക്തമാക്കുകയല്ലയോ, അല്ലൗമ നഖ്തിമു അലാ أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ സൂറന്ന കാകലത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ലോകത്തുള്ള സർവ്വ മനുഷ്യ മക്കളും അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ്. അന്ന് ഈ ദുനിയാവിൽ കളവ് പറഞ്ഞ നിന്റെ നാവില്ലയോ, കോടതി പരാതിയിൽ വെച്ചുകൊണ്ടും കോടതി മുറിക്കുള്ളിൽ വെച്ചുകൊണ്ടും കള്ള സത്യം ചെയ്തതാകുന്ന നിന്റെ നാവില്ലയോ, ജഡ്ജിയെ പോലും വലച്ചതാകുന്ന തമാശ പോലും പറഞ്ഞുകൊണ്ട് നടന്ന, ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടന്ന, നമീമത്തിന്റെ ഇരയാക്കിയതായ നിന്റെ നാവില്ലയോ, നാവില്ലയോ. ഈ നാവിനെ പടച്ചറപ്പ് സീൽ വെക്കുകയാ. അല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം, മനുഷ്യ മാനവാ, നിന്റെ നാവിനെ അല്ലാഹു സീൽ വെക്കുകയാണ്. വതുകല്ലിമുനാ ഐദീഹിം, നമ്മളോട് സംസാരിക്കുന്നത് അല്ലാഹു പറയുകയാണ്. ഖുർആനിലൂടെ യാസീനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. യാസീൻ ഓതണേ ഉമ്മ, അത് പഠിക്കണേ പ്രിയപ്പെട്ട ഉമ്മ. ആ ഖുർആനിക വചനമാണ്, ഖുർആനിക ആയത്താണ്. നാളെ നമ്മളോട് സംസാരിക്കുന്നത് അല്ലാഹു പറയുകയാണ്, മനുഷ്യ നിന്റെ ചുണ്ടുകളല്ല, നിന്റെ നാവല്ല, സംസാര ഭാഷ അല്ലാഹു കൈകൾക്ക് നൽകുകയാണ്. നിന്റെ നമസ്കാരം
നിന്റെ നോമ്പ്, നിന്റെ സക്കാത്ത്, നിന്റെ ഹജ്ജ്, നീ പാപങ്ങളെ സഹായിച്ചത്, നീ ദീനീ സ്ഥാപനങ്ങളെ സഹായിച്ചത്, നീ ആലിമീങ്ങൾക്ക് സഹായമായി വർത്തിച്ചത്, നീ മുത്തഅല്ലിമീങ്ങളെ സ്നേഹത്തിൽ കൊണ്ടാടിയത് എല്ലാം നിന്റെ വലത് കൈ വിളിച്ച് പറയുമ്പോ നിന്റെ വലത് കാലിന്റെ തുടയല്ല നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നീ കള്ളു കുടിച്ചിട്ടുണ്ട് എങ്കിൽ, നീ വ്യഭിചരിച്ചിട്ടുണ്ട് എങ്കിൽ, ഈ ദുനിയാവിൽ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട് നിന്റെ രാത്രിയുടെ യാമങ്ങളെ നീ തള്ളി നീക്കിയിട്ടുണ്ട് എങ്കിൽ, മോശപ്പെട്ട തലത്തിലേക്ക് നിന്റെ കൈകാലുകളെ നീ കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ, ഇടത് കൈ റബ്ബിനോട് വിളിച്ചു പറയുകയും ആ ഇടത് കൈയെ സാക്ഷ്യപ്പെടുത്തി നിന്റെ ഇടതുകാലിന്റെ തുടയല്ല അള്ളാഹുവിനോട് സാക്ഷ്യം നിന്നുകൊണ്ട് ശരിവെക്കുകയും ചെയ്യുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മനുഷ്യന്റെ അവയവങ്ങൾ സാക്ഷി നിന്നാൽ തീർന്നു തന്നെ. അവയവങ്ങൾ തന്നെ റബ്ബിനോട് പറയാ, അല്ലാഹു ഞാൻ സാക്ഷിയാണ്, ഇടതുകാലിന്റെ തുടയല് പറയാ, പടച്ചറബിയും വിചരിച്ചിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ്, എന്റെ തൊട്ടടുത്തുള്ള അവയവമാണ് ലൈംഗികവയം, അതുകൊണ്ട് വിചരിച്ചതാണ് എന്ന് ഇടതുകാലിന്റെ തുടയല്ല സാക്ഷി നിൽക്കും നാളെ അള്ളാഹുവിന്റെ ഹളറത്തിൽ വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ടെന്ന ലൈംഗിക അവയവം കൊണ്ടുള്ള പ്രക്രിയ മാത്രമല്ല വ്യഭിചാരം. അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ തെറ്റുകൾ അധികരിക്കുന്നത്. ഒരു പ്രശ്നമല്ല എന്നുള്ള രീതി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ് നമ്മുടെ കണ്ണ്, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം. 3 കൂട്ടർ നാളെ നരകത്തിൽ കിടക്കൂല സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. റക്കാമീം പറയുന്നു അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. 3 വിഭാഗം ആളുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ആദരമായ സയ്യിദുനാ റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم 3 عيون لا ترى أعينهم النار. 3 കൂട്ടർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നരകം കാണുകയില്ല എന്ന അർത്ഥത്തിലാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് തന്നെ. എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാവലവർക്കുണ്ടാവും, കാവലുണ്ടാവും. ഈ പറയുന്ന 3 കൂട്ടരിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇല്ല എങ്കിൽ അതിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽ ഒന്നാമത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് അൽ ഊലാ ഐനുൻ ഗല്ലത അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണാത്ത കണ്ണാണ് കണ്ണാൻ, ഹറാമ ദർശിക്കാത്ത കണ്ണാൻ. ഈ ദുനിയാവിൽ ഹറാമ കാണാത്ത കണ്ണ് ഏതൊരു വ്യക്തി ഒരുമിച്ചിട്ടുണ്ടോ, ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ, ഏതൊരു സഹോദരിക്കുണ്ടോ, സിനിമ കാണാത്ത കണ്ണുണ്ടോ, സീരിയൽ ദർശിക്കാത്തതായ കണ്ണുണ്ടോ, പാതിരാത്രി സമയത്ത് ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണ് നട്ടിരിക്കുന്നവരുണ്ടോ, തീർച്ചയായും പ്രയാസമാണ്. സിനിമ കാണാത്തവർ, സീരിയൽ ദർശിക്കാത്തവർ, അന്യപുരുഷന്മാരുമായിട്ടുള്ളതാകുന്ന നോട്ടമില്ലാത്തവർ, അത് IMOയിലൂടെയുള്ള ചാറ്റിംഗ് ആയാലും ശരി, വീഡിയോ കോളുകൾ ഏത് തരത്തിൽ നടത്തിയാലും ശരി, ഈ ദുനിയാവിൽ നീ അതിന് സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട് എങ്കിൽ നിനക്ക് നാളെ നരകീയ മോചനമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നിഷിദ്ധമാക്കിയതിനെ തൊട്ട് കണ്ണിനെ കാത്ത് സംരക്ഷിക്കുന്നവർ അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സാധാ സിനിമയും സീരിയലും ഒക്കെ കണ്ടുപോയല്ലോ എന്ന് കരുതുന്നവർ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യൻ. അതിലെ തൗബയുടെ വാതിൽ അല്ലാഹു തുറന്നിട്ടിരിക്കുകയാണ്.
ഏത് സമയത്തും അള്ളാഹു തൗബ സ്വീകരിക്കാൻ വേണ്ടി റെഡിയാണ്. നമ്മളെ തൗബ ചെയ്താൽ മതി, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എല്ലാവരും പാപങ്ങൾ പൊറുപ്പിച്ചുകൊണ്ടായിരിക്കണം യാത്ര തിരിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഐനുൻ ഹല്ലത്തൻ മഹാരിമില്ലാഹ്, ഹറാമ കാണാത്ത കണ്ണ് ഏതൊരു വ്യക്തിക്കുണ്ടോ, ഏതൊരു സഹോദരിക്കുണ്ടോ, നരകീയ മോചനം റെഡിയാണ്. നരകീയ മോചനം റെഡിയാണ്. എന്താണ് നരകം? നരകീയ മോചനം എന്ന് പറയുമ്പോൾ നരകമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? എപ്പോഴല്ലേ നരകീയ മോചനം ലഭിക്കുന്നതിന് പവിത്ര നമ്മൾ മനസ്സിലാക്കുള്ളൂ. രണ്ട് വിറകുള്ളികൾ ചേർത്ത് വെച്ചിട്ട് കത്തിക്കുന്നതാണ് നരകമെന്ന് നമ്മളിൽ പലരും ആരും കരുതിയിട്ടുണ്ട് എങ്കിൽ അവർ അറിയാത്തത് കൊണ്ടാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അജ്ഞരാണ് അവർ നരകത്തെ കുറിച്ച്. അങ്ങനല്ലല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലാഹ്. എന്താണ് നരകം? قال رسول الله صلى الله عليه وسلم, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ لكان الجزء الواحد من أجزاء جهنم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ, ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ട് കൂട്ടിയാലും അത് മുഴുവനും ഒരുമിച്ചിട്ട് കത്തിച്ചാലും, ലോകത്തുള്ള സർവവൃക്ഷങ്ങളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് വിറക് കഷ്ണങ്ങളാക്കിയിട്ട് കത്തിച്ചാലും, ലകാനൽ ജുസുഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതൊരു ചെറുതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് നരകമെന്ന് പറയുന്നത്. ലൗ ജുമിഅ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നം. ചിന്തിച്ചു നോക്ക്. നമ്മളിപ്പോ തന്നെ എത്രയോ വൃക്ഷങ്ങൾ ഇവിടെ കാണും. അങ്ങോട്ട് വലത്തോട്ടും നോക്കിയാൽ മതി അല്ലേ? ഈ വൃക്ഷങ്ങൾ മാത്രമാണോ ഈ പറഞ്ഞത്? അല്ലല്ലോ. മലപ്പുറം ജില്ലയിലെ മാത്രമാണോ? നിലമ്പൂര് കാട്ടിലുള്ളത് മാത്രമാണോ? അല്ലല്ലോ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും. എത്ര കാടുകളുണ്ട്, എത്ര പ്രവിശാലമാണ് ഈ ഭൂമി. അതിലുള്ള മുഴുവൻ വൃക്ഷലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് വിറക് കഷ്ണങ്ങളാക്കിയിട്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ്. നരകത്തിന്റെ ഭാഗങ്ങളിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അത് തീരെ ചെറുതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാരകാരിയല്ല. അതുകൊണ്ട് തന്നെ നരകം ചെറുതായി കാണരുത്, നരകത്തിന്റെ ശിക്ഷയും ചെറുതായി കാണരുത്. സഹാബത്ത് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തന്നാലും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബ, നരകത്തിന്റെ വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല നിങ്ങൾക്കത് കേട്ടിരിക്കാൻ സാധിക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, അതിലുള്ളതാകുന്ന ഒരു ത്രാണി നിങ്ങൾക്കില്ല എന്ന് പ്രവാചകൻ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത്. ഹദീസിൽ കാണാം, ഏറ്റവും ചെറുതാണ് പറഞ്ഞു കൊടുത്തത്. വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ കഴിയില്ല. قال رسول الله صلى الله عليه وسلم, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നഹു അനാഖിലിൻ നാരി അദാബാ من له نعلان وشراقان. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഉറപ്പെടുത്തുകയാണ്, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ എന്തെന്നറിയുമോ? ഇന്നഹു അനാഖിലിൻ നാരി അദാബാ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ من له نعلان وشراقان من نار.
നരകത്തിലേക്ക് കടന്നാലുടനെ ബാത്റൂമിൽ നമ്മൾ ധരിക്കുന്ന ഹവായ ചെരുപ്പ് പോലെയുള്ള 2 വള്ളികളുള്ളതാകുന്ന തീയാൽ പടക്കപ്പെട്ടതായ ഒരു ചെരുപ്പ് അല്ലാഹു സബാരിയാക്കളാകുന്ന മലക്കുകൾ മുഖേന ഇട്ട് തരുകയാണ്. സുബ്ഹാനല്ലാഹ് യുഗ്ലാ മിൻഹാ ദിമാഉഹു. ആ ചെരുപ്പിന്റെ ചൂട് കാരണത്താൽ സഹാബാ ചൂടങ്ങ് അകത്തേക്ക് കടന്നു വരുകയാണ്. ചൂട് നിന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, ആമാശയത്തിലൂടെ, നിന്റെ കഴുത്തിലൂടെ, നിന്റെ തലച്ചോറിനുള്ളിലേക്ക് നരകത്തിൻ്റെതാകുന്ന ചൂടാണ് കടന്നു വരുന്നത്. അത് ചെരുപ്പിലൂടെയാണ് കടന്നു വരുന്നത്. ആ ചെരുപ്പിന്റെ കാരണത്താൽ അതിന്റെ ചൂട് തലച്ചോറിനുള്ളിലേക്ക് കടന്നു വന്ന് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മല്ലഹു നഅലാനി വശറാഖാൻ യുഗ്ലാ മിൻഹാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജലു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നരകത്തിലേക്ക് കടന്നാലുടനെ നിനക്ക് ധരിപ്പിക്കുന്ന ചെരുപ്പ്, ആ ചെരുപ്പാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ആ ചെരുപ്പിട്ട് കൊടുക്കലാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ. ആ ചെരുപ്പ് അങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ 2 വള്ളികളുള്ള ചെരുപ്പാണ്. അത് കാലിലേക്ക് ഫിറ്റായി കിടക്കുകയാണ്. നീ ഊരാ നോക്കിയാൽ പറ്റുന്നതല്ല. അതിന്റെ ചൂട് നിന്റെ ഉള്ളങ്കാലൂടെ പ്രവഹിച്ച് നിന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, നിന്റെ കഴുത്തിലൂടെ, നിന്റെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വന്ന് തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമേ എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി. സ്വഹാബത്തിൽ പലരും ഇത് കേട്ടുകൊണ്ട് ബോധരഹിതരാവുകയാണ്. ചിന്തിക്കണേ സോദരാ, ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ.